സ്റ്റെല്ല ജോണിനെ പിടിച്ചടുത്തിരുത്തി അവനോട് കാര്യമായി എന്തോ പറഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കുമ്പോഴാണ് ക്രിസ്റ്റി കുളിയും കഴിഞ്ഞ് അങ്ങോട്ട് വന്നത്. ആഹാ, വന്നല്ലോ ലാസ്റ്റ് വണ്ടി. ക്രിസ്റ്റിയെ കണ്ടതും സ്റ്റെല്ല പറഞ്ഞു. സ്റ്റെല്ലയുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് ക്രിസ്റ്റി അവൾക്കരികിലിരുന്നു. ക്രിസ്റ്റി വന്നിരുന്നതും റീതാമച്ചി അവനുള്ള ആഹാരം കൊണ്ടുവന്ന് കൊടുത്തു. ഇവിടെയുള്ളവരെല്ലാം എവിടെ പോയി? ക്രിസ്റ്റി കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു. പഠിക്കല കൊച്ചിൻ്റെ കല്യാണത്തിന് പോയി. എന്നിട്ട് ഇവള് പോയില്ലേ? ജോൺ പറഞ്ഞതും സ്റ്റെല്ലയെ നോക്കി ക്രിസ്റ്റി ചോദിച്ചു. ഇവള് കുറച്ചു മുന്നേ ആണടാ എഴുന്നേറ്റ് വന്നേ. ഞാനും നീയും ഇവളും ധ്രുവിയും മാത്രമേ ഇവിടെയുള്ളൂ. ജോൺ പറഞ്ഞതും ക്രിസ്റ്റി എത്തിവലിഞ്ഞ് അടുക്കളയിലേക്ക് നോക്കാൻ തുടങ്ങി. നീ നോക്കണ്ട, അവളിവിടെ ഇല്ല, കോളേജിൽ പോയേക്കുവാ. ക്രിസ്റ്റിയുടെ നോട്ടം കണ്ട് ജോൺ പറഞ്ഞു. എന്നിട്ട് നീ എന്താ ഇന്ന് പോകാഞ്ഞേ? ക്രിസ്റ്റി സ്റ്റെല്ലയോട് ചോദിച്ചു. ഞങ്ങൾക്കിന്ന് ക്ലാസ്സില്ല ചാച്ചാ, ധ്രുവിക്കൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അവൾ അതിന് പോയതാ. നിനക്കും കൂടി പോയാൽ എന്തായിരുന്നു? അവളെ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നല്ലോ. ക്രിസ്റ്റി സ്റ്റെല്ലയോട് ചോദിച്ചു. ഇവൾ എഴുന്നേറ്റ് വന്നപ്പോഴാണ് കൊച്ചു പോകാനായി ഇറങ്ങിയത്. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ ഇവള് പറഞ്ഞത്. അപ്പോഴേക്കും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ധ്രുവി പോയി. ക്രിസ്റ്റി ഒന്ന് മൂളിക്കൊണ്ട് ആഹാരം കഴിക്കാൻ തുടങ്ങി. ഒരു വെള്ളമുണ്ടും ജുബയും ഇട്ട് ജുബയുടെ കൈ മുകളിലേക്ക് മടക്കി വെച്ചുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി വരുന്ന ക്രിസ്റ്റിയെ കണ്ട് വായും പൊളിച്ചിരിക്കുകയാണ് സ്റ്റെല്ല. എൻ്റെ ചാച്ച, പൊളി ലുക്ക്. ഇപ്പം കണ്ടാൽ തന്നെ നല്ല അച്ചായൻ ലുക്കുണ്ട്. സ്റ്റെല്ല പറയുന്നത് കേട്ടാണ് ജോൺ ക്രിസ്റ്റിയെ നോക്കിയത്. നീ ഇത് എങ്ങോട്ട് പോകുക? ജോൺ ക്രിസ്റ്റിയോട് ചോദിച്ചു. എൻ്റെ കൊച്ചൊറ്റയ്ക്കല്ലേ കോളേജിൽ പോയത്? ഞാൻ അവളെ വിളിക്കാൻ പോകുക. ക്രിസ്റ്റി പറയുന്നത് കേട്ട് സ്റ്റെല്ല അവനെ കണ്ണും വീഴ്ച നോക്കിയിരുന്നു പോയി. ആ, ചെല്ല് ചെല്ല്, പോയിട്ട് വാ, ജോൺ ക്രിസ്റ്റിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആ പിന്നെ, ഞങ്ങൾ വൈകിട്ടേ മടങ്ങി വരൂ. നീ ആ കൊച്ചനെ കൊണ്ട് എവിടെ പോകുന്നു? ക്രിസ്റ്റി പറഞ്ഞതും ജോൺ അവനോട് ചോദിച്ചു. ക്രിസ്റ്റി ചിരിയോടെ അവനെ കണ്ണിറുക്കി കാട്ടുകയാണ് ചെയ്തത്. കോളേജിന് നേരെ എതിർവശത്തായി ജീപ്പ് നിർത്തിയിട്ട് ധ്രുവിയെ നോക്കിയിരിക്കുകയാണ് ക്രിസ്റ്റീൻ. ജീപ്പിൻ്റെ സൈഡ് മിററിൽ നോക്കി ചെറുതായി മീശ പിരിച്ചു വയ്ക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ധ്രുവിക്കായി മാത്രം ഒരു കുസൃതി ചിരിയുണ്ടായിരുന്നു. ക്രിസ്റ്റിയുടെ മനസ്സ് മുഴുവൻ ധ്രുവിയുമൊത്തുള്ള സുന്ദര നിമിഷങ്ങൾ മാത്രമായിരുന്നു. കോളേജ് ഗേറ്റിലേക്ക് നോക്കിയിരുന്നപ്പോൾ ക്രിസ്റ്റി കണ്ടു ആരോട് സംസാരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് ബാഗിലേക്കിടുന്ന ധ്രുവിയെ. അവളെ കണ്ടതും ക്രിസ്റ്റിയുടെ കണ്ണു വിടർന്നു. ജീപ്പിൽ നിന്നും ഇറങ്ങി ധ്രുവിയുടെ അടുത്തേക്ക് പോകാനായി ക്രിസ്റ്റി നിന്നതും അവൾക്ക് മുൻപിൽ ഒരു ബൈക്ക് വന്നിരുന്നു. ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് ക്രിസ്റ്റിക്ക് ആളെ കാണാൻ പറ്റിയില്ല. ധ്രുവി ആ പയ്യനോട് ചിരിച്ച് സംസാരിക്കുന്നതും അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കയറി ഷോൾഡറിൽ പിടിച്ചിരിക്കുന്നതും കാണെ ക്രിസ്റ്റിയുടെ കണ്ണ് ചുരുങ്ങി. ആ ബൈക്കിൻ്റെ പുറകെ തന്നെ ക്രിസ്റ്റിയും ജീപ്പും എടുത്തു പോയി. ധ്രുവി അവൻ്റെ പിന്നിലിരുന്ന് ചിരിയോടെ എന്തോ സംസാരിക്കുന്നുണ്ട്. ബൈക്ക് ഒരു കൂൾ ബാറിന് മുൻപിൽ നിൽക്കുന്നത് കണ്ട് ക്രിസ്റ്റി ജീപ്പ് സൈഡ് ഒതുക്കി നിർത്തി അവർക്ക് പിന്നാലെ പോയി. കുറച്ച് കഴിഞ്ഞ് ഒരു വെയിറ്റർ അവർക്ക് ജ്യൂസ് കൊടുക്കുന്നതും ഇടയ്ക്ക് ജ്യൂസ് ധ്രുവിയുടെ നെറുകയിൽ കയറിയപ്പോൾ ആ ചെറുപ്പക്കാരൻ അവളുടെ തലയിൽ തട്ടിക്കൊടുക്കുന്നതും കാണെ ക്രിസ്റ്റിയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ തിരികെ ജീപ്പിൽ വന്നിരുന്ന് സ്റ്റിയറിങ്ങിൽ ആഞ്ഞിടിച്ചു. കൂൾബാറിൽ നിന്നും ഇറങ്ങി അവർ വീണ്ടും ബൈക്കിൽ കയറിയതും ക്രിസ്റ്റിയും അവർക്ക് പിന്നാലെ ജീപ്പുമായി പോയി. ക്രിസ്റ്റിയുടെ ജീപ്പ് സിഗ്നലിൽ പെട്ടതും അവർ മുൻപോട്ട് പോയി. സിഗ്നൽ വീണ ശേഷം ക്രിസ്റ്റി കുറച്ചു ദൂരം കൂടി മുൻപോട്ട് പോയെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിരാശയോടെ ക്രിസ്റ്റി വീട്ടിലേക്ക് മടങ്ങി. ആഹാ, വൈകിട്ടേ വരൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ എത്തിയല്ലോ. ജോൺ ചോദിച്ചതും ക്രിസ്റ്റി മറുപടിയൊന്നും പറയാതെ സെറ്റയിലേക്കിരുന്നു. ഡാ, ധ്രുവി എന്തേ? ഏതവൻ്റെ കൂടെ പോയെന്ന് ആർക്കറിയാം? ജോൺ ചോദിച്ചതും ക്രിസ്റ്റി ദേഷ്യത്തിൽ അവനോട് പറഞ്ഞു. ക്രിസ്റ്റി, നീ ആരെക്കുറിച്ച് എന്താ പറയുന്നതെന്നറിയാമോ? ജോൺ ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ പറയുന്നതാണ് കുഴപ്പം, അവൾ കാണിക്കുന്നതൊന്നും ആർക്കും കുഴപ്പമല്ലല്ലോ. ക്രിസ്റ്റിയും ദേഷ്യത്തിൽ തന്നെ അവനോട് പറഞ്ഞു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ജോൺ ചോദിച്ചതിന് മറുപടിയൊന്നും പറയാതെ ക്രിസ്റ്റി ഫോൺ എടുത്ത് ധ്രുവിയെ വിളിക്കുകയാണ്. ഓരോ തവണ റിങ് ചെയ്ത് കട്ടാകുന്നതല്ലാതെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അതും കൂടി ആയതും ക്രിസ്റ്റിയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവൻ കയ്യിലിരുന്ന ഫോൺ താഴേക്ക് വലിച്ചെറിഞ്ഞതും അത് ചിന്നി ചിതറിയിരുന്നു. ഇത് കണ്ടുകൊണ്ടാണ് സ്റ്റെല്ല സ്റ്റെയർ ഇറങ്ങി വന്നത്. ക്രിസ്റ്റിയുടെ ദേഷ്യം കണ്ട് പേടിയോടെ അവൾ ജോണിനരികിലേക്ക് നീങ്ങി നിന്നു. സമയം പോകുന്തോറും ഫ്ലവർ വേസുകൾ ഓരോന്നും താഴെ വീണ് ചിന്നി ചിതറിയിരുന്നു. ജോണും സ്റ്റെല്ലയും എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി നിൽക്കുകയാണ്. ധ്രുവി മടങ്ങിയെത്തുമ്പോൾ 3 മണി കഴിഞ്ഞിരുന്നു. ഹാളിൽ പൊട്ടിക്കിടക്കുന്ന ഫോണും ഫ്ലവർ വേസും കണ്ട് ധ്രുവി ജോണിനെയും സ്റ്റെല്ലയെയും മാറി മാറി നോക്കി. അവർ രണ്ടുപേരും ക്രിസ്റ്റിയെ നോക്കി. തലയിൽ കൈതാങ്ങി കണ്ണുകൾ അടച്ചിരിക്കുകയാണവൻ. ധ്രുവി വന്നത് ക്രിസ്റ്റി അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ധ്രുവിയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും ക്രിസ്റ്റി മുഖമുയർത്തി നോക്കി. തൻ്റെ മുൻപിൽ നിൽക്കുന്ന ധ്രുവിയെ കണ്ടതും ക്രിസ്റ്റിയുടെ ദേഷ്യം കൂടി. ഇച്ഛായ. ക്രിസ്റ്റിയുടെ ദേഷ്യം കണ്ട് ധ്രുവി പേടിയോടെ അവനെ വിളിച്ചതും ക്രിസ്റ്റി ദേഷ്യത്തിൽ സോഫയിൽ നിന്നും എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്നു. ക്രിസ്റ്റിയുടെ കൈ ധ്രുവിയുടെ കവിളിൽ ശക്തമായി പതിഞ്ഞതും അവൾ താഴേക്ക് വീണുപോയിരുന്നു. ധ്രുവി തൻ്റെ അടികൊണ്ട കവിളിൽ കൈവച്ചുകൊണ്ട് ക്രിസ്റ്റിയെ നോക്കുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഇച്ഛായ. വേദനയോടെ ധ്രുവി വിളിച്ചതും ക്രിസ്റ്റി അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് നിലത്തുനിന്നും എഴുന്നേൽപ്പിച്ചിരുന്നു. എനിക്ക് വേദനിക്കുന്ന ഇച്ഛായ. തൻ്റെ മുടിയിൽ മുറുകുന്ന ക്രിസ്റ്റിയുടെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് ധ്രുവി പറഞ്ഞു. ആരാടി നിന്റെ ഇച്ഛായൻ? ഇനി നീ എന്നെ അങ്ങനെ വിളിച്ചാൽ
കൊന്നു കുടിച്ചു മൂടും നിന്നെ ഞാൻ. ക്രിസ്റ്റി ദേഷ്യത്തിൽ ധ്രുവിയോട് പറയുന്നതിനൊപ്പം ഒരിക്കൽ കൂടി അവൻ്റെ കൈ ധ്രുവിക്കുമേൽ ഉയർന്നു താഴ്ന്നിരുന്നു. ക്രിസ്റ്റി, എന്ത് ഭ്രാന്താ നീ കാണിക്കുന്നേ? ധ്രുവിയെ അവൻ്റെ അരികിൽ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് ജോൺ ചോദിച്ചു. അതേടാ, ഭ്രാന്താ എനിക്ക്. ഇവളെ എൻ്റെ നെഞ്ചിൽ കൊണ്ടു നടന്ന് സ്നേഹിച്ചത് എൻ്റെ ഭ്രാന്ത് കൊണ്ട് തന്നെയാണ്. നീ എന്താ എന്നോട് പറഞ്ഞത്? ഇവൾക്കെന്നെ ഇഷ്ടമാണെന്നോ? ഇവളെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാനോ? എല്ലാം ഇന്ന് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. നീ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ഇവളെന്താ പറഞ്ഞത്? പെട്ടെന്ന് വരാമെന്നല്ലേ? ഇവൾ നിന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. നീ കൂടെ ഉണ്ടെങ്കിൽ ഇവളുടെ തോന്നിവാസമൊന്നും നടക്കില്ലല്ലോ, ജോണിനോട് പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി സ്റ്റെല്ലയോട് ചോദിച്ചു. ചാച്ച, ധ്രുവി അങ്ങനെയൊന്നും ചെയ്യില്ല. ചാച്ചൻ ഇങ്ങനെയൊന്നും പറയല്ലേ. കരച്ചിലിൻ്റെ വക്കോളം എത്തി സ്റ്റെല്ല അവനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതെന്താ? ഇവൾക്ക് എന്നോട് സംസാരിക്കാൻ മടി, എന്നെ കണ്ട ചിരിക്കാൻ മടി. ഞാൻ കാണ്ടാമൃഗം മുരടൻ. അങ്ങനെയുള്ള എന്നെ ഇവൾക്ക് പിടിക്കില്ലല്ലോ. പോരാത്തതിന് 12 വയസ്സിൻ്റെ വ്യത്യാസവും. അപ്പോൾ പിന്നെ ചെറുപ്പക്കാരെ നോക്കി അവൾ പോയി. ക്രിസ്റ്റി പറഞ്ഞതും ജോൺ അവനെ ദയനീയമായി വിളിച്ചു. ഞാൻ കണ്ടതാടാ, ഇവൾ ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ കറങ്ങി നടക്കുന്നത്, അവൻ്റെ കൂടെ കൂൾബാറിൽ കയറി കളിച്ചും ചിരിച്ചും ഇരിക്കുന്നത്. നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ജോണെ ഇവൾ എന്നോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്? ഈ വീട്ടിൽ ബാക്കി എല്ലാവരോടും ഇവൾ ചിരിച്ചും കളിച്ചും സംസാരിക്കും. എന്നോടോ? ഞാൻ വീട്ടിലെത്തിയിട്ട് പോലും ഇവൾ തിരികെ വന്നോ? എത്ര പ്രാവശ്യം ഞാൻ ഇവളെ വിളിച്ചു? ഒരു തവണയെങ്കിലും ഇവൾ ഫോൺ എടുത്തോ? വേദന നിറഞ്ഞിരുന്നു, പരിഭവമായിരുന്നു ആ വാക്കുകളിൽ അത്രയും. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണടാ. ഒന്നിനെയും വിശ്വസിക്കരുത്, സ്നേഹിക്കരുത്. ചതിക്കും ഇവൾമാർ. ഞാനൊരു വിഡ്ഢി. എൻ്റെ ഉള്ളു തുറന്ന് ഇവളോട് സംസാരിച്ച് എൻ്റെ സ്നേഹം പകുത്തുകൊടുത്ത് ഇന്നു മുതൽ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങണമെന്ന് കരുതിയതാണ് ഞാൻ. പക്ഷേ എല്ലാം ഇവൾ തകർത്ത് കളഞ്ഞു. നിനക്കെന്നോട് പറഞ്ഞുകൂടായിരുന്നോ എന്നെ വേണ്ടെന്ന്? ഞാൻ നിനക്ക് ചേരില്ലെന്ന്? ഒഴിഞ്ഞു പോകുമായിരുന്നു ഞാൻ. എന്തിനാടി നീ വീണ്ടും എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്? നിന്നെ സ്നേഹിച്ചതിൻ്റെ 100 ഇരട്ടി ഇപ്പോൾ ഞാൻ നിന്നെ വെറുക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ധ്രുവിയോട് പറയുന്നവനെ കണ്ണീരോടെ അവളും നോക്കി നിന്നു. ഇച്ചായ, ഞാൻ... ധ്രുവി എന്തോ പറയാൻ ശ്രമിച്ചതും ക്രിസ്റ്റി പാഞ്ഞു ചെന്നവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്തിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. ഒരിക്കൽ കൂടി നീ എന്നെ അങ്ങനെ വിളിച്ചാൽ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. പറയുന്നതിനൊപ്പം ക്രിസ്റ്റിയുടെ കൈകൾ കൂടുതൽ ശക്തമായി ധ്രുവിയുടെ കഴുത്തിൽ മുറുകിക്കൊണ്ടിരുന്നു. ജോണും സ്റ്റെല്ലയും കൂടി ക്രിസ്റ്റിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. ക്രിസ്റ്റി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. നീ അവളുടെ കഴുത്തിൽ നിന്ന് പിടിവിട്, ജോൺ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിട് ചാച്ചാ, അവൾ ചത്തുപോകും, സ്റ്റെല്ലയും കരച്ചിലോടെ അവനോട് പറഞ്ഞു. ക്രിസ്റ്റിയുടെ പിടിവിട്ടതും ധ്രുവി ഭിത്തിയിലൂടെ ഊർന്ന് താഴേക്കിരുന്നു. സ്റ്റെല്ല ഓടിച്ചെന്ന് അവൾക്കരികിലേക്കിരുന്നു. ധ്രുവി മെല്ലെ എഴുന്നേറ്റ് എന്ന് ക്രിസ്റ്റിയുടെ കാൽക്കിലേക്ക് വീണു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചായ, സത്യമാണ് ഞാൻ പറയുന്നത്. സ്റ്റെല്ല, നീയെങ്കിലും ഒന്ന് പറ, ഞാൻ എൻ്റെ ചായനെ... ധ്രുവി പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ ക്രിസ്റ്റി തൻ്റെ കാലിൽ പിടിച്ചവളെ തട്ടിയെറിഞ്ഞു. തൊട്ടു പോകരുതെന്നെ, നീ എന്നെ തൊടുന്നത് പോലും എനിക്ക് അറപ്പാ. ക്രിസ്റ്റി ദേഷ്യത്തിൽ പറഞ്ഞതും സ്റ്റെല്ല താഴെ നിന്നും ധ്രുവിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്രിസ്റ്റി, നീ സമാധാനമായിട്ടിരുന്ന് അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആദ്യം കേൾക്ക്. എന്തു പറയാനാ ഇവള്? പിടിക്കപ്പെടുമ്പോൾ ഇവളെപ്പോലുള്ളവന്മാർക്ക് പറയാൻ 100 ന്യായം കാണും. അതൊന്നും എനിക്ക് കേൾക്കണ്ട, ജോൺ പറഞ്ഞതും ക്രിസ്റ്റി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. എന്നെ അങ്ങനെയാണോ ഇച്ഛായും കണ്ടിരുന്നേ? ധ്രുവി ദയനീയമായി അവനോട് ചോദിച്ചു. ഇനി ഇവിടെ നിന്ന് ശബ്ദിച്ചു പോകരുത് നീ, ദേഷ്യത്തോടെ ധ്രുവിയോട് പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി അവളുടെ കഴുത്തിൽ കിടന്ന മിന്നുമാലയിൽ പിടിമുറുക്കി. ഇനി നിനക്കിതിൻ്റെ ആവശ്യമില്ല. ഞാനും നീയും തമ്മിലുള്ള ഒരേ ഒരു ബന്ധമാണല്ലോ ഇത്. ഈ മിന്നുമാല നിന്റെ കഴുത്തിൽ ചേർത്തിയ ഞാൻ തന്നെ അത് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതും കഴുത്തിലിട്ടുകൊണ്ട് നീ ഒരുത്തൻ്റെയും പുറകെ പോകണ്ട. എല്ലാം ഞാനിന്ന് അവസാനിപ്പിച്ചു തരാം. അത് കഴിഞ്ഞ് ആരുടെ കൂടെ വേണമെങ്കിലും അഴിഞ്ഞാടി നടന്നോ, എനിക്കൊരു പ്രശ്നവുമില്ല. ക്രിസ്റ്റി ധ്രുവിയുടെ മിന്നുമാലയിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. പൊട്ടിക്കല്ലേ ഇച്ചായ, ഞാൻ കാല് പിടിക്കാം, ധ്രുവി കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. ധ്രുവി പറഞ്ഞതൊന്നും കേൾക്കാതെ ക്രിസ്റ്റി മാലയിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കൈ തട്ടുമാറ്റി പുറകിലേക്ക് തള്ളി. ക്രിസ്റ്റി താഴേക്ക് വീണു പോയതും ധ്രുവി പേടിയോടെ അവനെ നോക്കി. എന്ത് ധൈര്യമുണ്ടായിട്ടാടി നീ എൻ്റെ ദേഹത്ത് കൈവച്ചത്? താഴെ നിന്നും എഴുന്നേറ്റ് ധ്രുവിക്കരികിലേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു. മുഖം കുനിച്ചു നിൽക്കുന്നവളുടെ ഇരു കവിളിലും അവൻ മാറി മാറി തല്ലി. പിടിച്ചു മാറ്റാൻ ചെന്ന സ്റ്റെല്ലയെയും ക്രിസ്റ്റി തട്ടിയെറിഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ജോണും സ്റ്റെല്ലയും പരസ്പരം നോക്കി. ക്രിസ്റ്റി തൻ്റെ ദേഷ്യം തീരുവോളം അവളെ തല്ലി. അവസാനം ജോൺ എങ്ങനെയൊക്കെയോ പിടിച്ചു മാറ്റി. ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ച മഹാനുണ്ടല്ലോ, പാലമറ്റത്തിൽ കുര്യൻ, എൻ്റെ അപ്പൻ. തിരിച്ചെത്തുമ്പോൾ പറഞ്ഞേക്ക് ഈ മാരണത്തെ ഇന്ന് തന്നെ എൻ്റെ തലയിൽ നിന്ന് ഒഴിപ്പിച്ചേക്കണമെന്ന്. അല്ലെങ്കിൽ തന്നെ എന്ത് കണ്ടിട്ടാ അപ്പൻ ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത്? ഇവളെന്നെ സ്നേഹിക്കുമെന്ന് കരുതി അപ്പന് തെറ്റി. എൻ്റെ അപ്പനെയും ഇവൾ പറ്റിച്ചു. അഷ്ടിക്ക് വകയില്ലാത്ത ഇവൾക്ക് എന്നെ കെട്ടുന്നതിൽ ലാഭമല്ലേ? പാലമറ്റത്തിലെ കുര്യൻ്റെ സ്വത്ത് കണ്ടിട്ടായിരിക്കും ഇവൾ എന്നെപ്പോലെ ഒരുത്തൻ്റെ മുമ്പിൽ തലകുനിച്ചത്.
ഇനി ഇവളും ഞാനും കൂടി ഒരു വീട്ടിൽ വേണ്ട. എല്ലാം ഇന്നത്തെ കൊണ്ട് അവസാനിച്ചു. ആരുടെ കൂടാണെന്ന് വെച്ചാൽ പോകട്ടെ നാശം. അപ്പം തിരിച്ചു വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഇവിടെ നിന്നാൽ ഇവളുടെ മുഖം കാണും തോറും എനിക്ക് ദേഷ്യം കൂടും. ചിലപ്പോൾ ഞാൻ തന്നെ തല്ലിക്കൊന്നെന്നും വരും. ഞാൻ തിരിച്ചു വരാതെ ഈ വീട്ടിൽ നിന്നും ഇവൾക്കൊരു തുള്ളി വെള്ളം പോലും കൊടുത്തു പോകരുത്. ക്രിസ്റ്റി അതും പറഞ്ഞ് ധ്രുവിയെ പിടിച്ചു വലിച്ച് താഴെയുള്ള ഒരു റൂമിലേക്ക് തള്ളിയിട്ട് റൂം ലോക്ക് ചെയ്ത് താക്കോലുമായി പുറത്തേക്ക് പോയി. ക്രിസ്റ്റി ആഞ്ഞു തള്ളിയതും റൂമിലെ ടേബിളിൽ തലയിടിച്ച് ധ്രുവി താഴേക്ക് വീണിരുന്നു. താഴെ നിന്നും ഒരുവിധം പിടിച്ചെഴുന്നേൽക്കുമ്പോൾ ധ്രുവിയുടെ മൂക്കിൽ നിന്നും 2 തുള്ളി രക്തം ഒഴുകിയിറങ്ങിയിരുന്നു. കൈകളാൽ ആ ചോരത്തുള്ളികളെ തുടച്ചു മാറ്റുമ്പോഴേക്കും നെറ്റിയിൽ നിന്നും രക്തം ശക്തമായി ഒഴുകി തുടങ്ങിയിരുന്നു. ശരീരമാകെ തളർന്ന് കണ്ണുകൾ മാടിയടഞ്ഞ് നിലം പതിക്കുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞ വാക്കുകൾ കൂരമ്പ് പോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചിരുന്നു. സ്റ്റെല്ല ഒരുപാട് തവണ ഡോറിൽ തട്ടി വിളിച്ചിട്ടും അകത്തുനിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ആ ഡോറിൽ തന്നെ ഊർന്ന് നിലത്തേക്കിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. കല്യാണത്തിന് പോയവർ തിരികെ എത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. പുറത്ത് ചെറുതായി ഇരുട്ട് പടർന്നു തുടങ്ങിയിട്ടുണ്ട്. തുറന്നിട്ട വാതിൽ വഴി എല്ലാവരും അകത്തേക്ക് കയറിയതും അകത്തു തങ്ങി നിൽക്കുന്ന ഇരുട്ട് കണ്ട് ട്രീസ വീടിനുള്ളിലെയും പുറത്തെയും ലൈറ്റുകൾ ഓൺ ചെയ്തു. ആ നിമിഷം ഹാളിലെ ചിന്നച്ചിതറിയ സാധനങ്ങൾ കണ്ട് എല്ലാവരും പരസ്പരം നോക്കി. ജോൺ സോഫയിൽ കണ്ണടച്ചിരിക്കുകയാണ്. സ്റ്റെല്ല താഴെ ഭിത്തിയിൽ ചാരി മുട്ടിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നു. ജോണേ, എന്താടാ ഇവിടെ ഉണ്ടായത്? മാത്യൂസിൻ്റെ ശബ്ദം കേട്ട് ജോണും സ്റ്റെല്ലയും ഒരുപോലെ മുഖമുയർത്തി നോക്കി. വല്യപ്പച്ച. കുരിയച്ചനെ കണ്ടതും സ്റ്റെല്ല ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ചോരം ചേർന്നു. എന്താ മോളെ, എന്താ ഇവിടെ ഉണ്ടായത്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ജോണേ, നീയെങ്കിലും ഒന്ന് പറ. ധ്രുവിയും ക്രിസ്റ്റിയും എന്തേ? കുരിയച്ചൻ തിരക്കി. ജോൺ അവിടെ നടന്നതെല്ലാം പറഞ്ഞു. എന്നിട്ട് ധ്രുവിമോൾ എന്തേ? ട്രീസ ചോദിച്ചതും ജോൺ അടഞ്ഞു കിടന്ന റൂമിന് നേരെ കൈ ചൂണ്ടി കാണിച്ചു. ട്രീസയും ലിസിയും മാറി മാറി വിളിച്ചിട്ടും റൂമിൽ നിന്നും അനക്കമൊന്നും കേട്ടില്ല. ഈ റൂമിൻ്റെ കീ എന്തേ? ക്രിസ്റ്റി കൊണ്ടുപോയി, ലിസി ചോദിച്ചതും ജോൺ പറഞ്ഞു. ജോൺ പറഞ്ഞത് കേട്ട് മാത്യൂസും കുരിയച്ചനും കൂടി ഡോർ ചവിട്ടി തുറന്നതും സ്റ്റെല്ല ഓടി അകത്ത് കയറി. താഴെ വീണ് കിടന്ന ധ്രുവിക്ക് അരികിലിരുന്ന് സ്റ്റെല്ല അവളെ വിളിക്കാൻ തുടങ്ങി. അനക്കമൊന്നുമില്ലെന്ന് കണ്ടതും ക്ലാര ചെന്ന് കമിഴ്ന്ന് കിടന്ന ധ്രുവിയെ സ്റ്റെല്ലയുടെ മടിയിലേക്ക് മലർത്തി കിടത്തി. അപ്പച്ചാ! ക്ലാരയുടെ അലർച്ച കേട്ട് എല്ലാവരും ആ മുറിയിലേക്ക് ഓടിക്കയറി. ധ്രുവിയുടെ ദേഹത്തും തറയിലുമായി രക്തം പടർന്നിരുന്നു. ജോണേ, വണ്ടി എടുക്കടാ! മാത്യൂസ് പറഞ്ഞതും ജോൺ പുറത്തേക്കോടി. അവൻ്റെ പിന്നാലെ തന്നെ ധ്രുവിയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് കുരിയച്ചനും പുറത്തേക്കോടി. 3 കാറുകളിലായി അവർ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ധ്രുവിയെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റിയതും എല്ലാവരും ടെൻഷനോടെ പുറത്തു നിൽക്കുവാണ്. നിങ്ങൾ എൻ്റെ കൂടെ ക്യാബിനിലേക്ക് വരൂ. കാഷ്വാലിറ്റിയിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് വന്നു പറഞ്ഞതും ജോണും മാത്യൂസും കുരിയച്ചനും കൂടി ഡോക്ടർക്ക് പിന്നാലെ പോയി. സാം ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് കയറിയതും ജോൺ ഡോക്ടറിനെ വിളിച്ചു. നോക്കൂ ജോണേ, നിങ്ങൾ ആ കുട്ടി ഇവിടെ കൊണ്ടുവന്നപ്പോഴുള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. സാം അവരോട് ചോദിച്ചു. സാമിൻ്റെ മോൾക്ക് കുരിയച്ചൻ തിരക്കി. അങ്കിൾ, ധ്രുവിത ക്രിസ്റ്റിയുടെ വൈഫല്ലേ? അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആ കുട്ടിയുടെ ബോഡി നല്ല വീക്കാണ്. നെറ്റിയുടെ മുറിവ് എവിടെയോ തട്ടിയുണ്ടായതാണ്. ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. 5 സ്റ്റിച്ചുണ്ട്. ആ കുട്ടിയുടെ കവിളിൽ അടികൊണ്ട പാട് നല്ല പോലെ തെളിഞ്ഞു കിടപ്പുണ്ട്. 2 കവിളും നന്നായി വീങ്ങിയിട്ടുണ്ട്. നിങ്ങളിവിടെ കൊണ്ടുവരുമ്പോൾ ആ കുട്ടിക്ക് ബോധമുണ്ടായിരുന്നില്ലല്ലോ. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാകും ആ കുട്ടിയെ ആരോ ഉപദ്രവിച്ചതാണെന്ന്. ഞാനല്ലാതെ ഡ്യൂട്ടിയിൽ വേറെ ഏത് ഡോക്ടറായിരുന്നെങ്കിലും പോലീസിൽ ഇൻഫോം ചെയ്തേനെ. അതിന് നിങ്ങൾ റിലേറ്റീവ്സിൻ്റെ സമ്മതം പോലും ആവശ്യമില്ല. ഹോസ്പിറ്റൽ റൂൾ അതാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഗാർഹിക പീഡന കേസിൻ്റെ ശിക്ഷയും കാര്യങ്ങളും. പേഴ്സണലി എനിക്ക് നിങ്ങളെ അറിയാവുന്നത് കൊണ്ട് ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടില്ല. പിന്നെ ബോധം വീണപ്പോൾ ആ കുട്ടിയും പറഞ്ഞിട്ടുണ്ട് പരാതിയില്ലെന്ന്. തെറ്റ് ചെയ്താൽ ശാസിക്കാം, ശിക്ഷിക്കാം. പക്ഷേ ഇത്രയും ക്രൂരമാകരുത്. 18 വയസ്സല്ലേ ഉള്ളൂ ആ കുട്ടിക്ക്. സാം ഡോക്ടറിൻ്റെ ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടിയൊന്നുമില്ലായിരുന്നു. അവരുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ സാം ഡോക്ടർ തുടർന്നു. ധ്രുവിതയ്ക്ക് ബോധം വീണിട്ടുണ്ട്. ഇപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ കുട്ടിക്ക് ഇപ്പോൾ നല്ല റെസ്റ്റ് ആവശ്യമാണ്. 2 ദിവസം കഴിഞ്ഞ് ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം തീരുമാനിക്കാം. എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി തീർന്നു. നൈറ്റ് ഷിഫ്റ്റിന് ഡോക്ടർ അനൂപ് വരും. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം. ആർക്കെങ്കിലും 3 പേർക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ. ബാക്കിയുള്ളവർക്ക് വീട്ടിൽ പോകാം. സാം പറഞ്ഞതും അവർ 3 പേരും പുറത്തേക്കിറങ്ങി. ധ്രുവിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. വാടി തളർന്നു കിടക്കുന്ന ധ്രുവിക്കരികിലേക്ക് കുരിയച്ചൻ ചെന്നിരുന്നു. ധ്രുവിയുടെ അവസ്ഥ കണ്ട് അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പച്ച, കുരിയച്ചൻ അരികിലേക്ക് ചെന്നതും ധ്രുവി കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പച്ച. വിതുമ്പലോടെ കുരിയച്ചൻ്റെ നെഞ്ചേറും ചേർന്നിരുന്നു കൊണ്ട് ധ്രുവി പറഞ്ഞു.